ശ്രീ സി കെ ഷാക്കിർ ഇപ്പോഴും തടസ്സം നിൽക്കുകയാണല്ലോ. ഇത് നല്ലതല്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഭരണം ഏറ്റെടുത്തതാണ് മന്ത്രിമാർ, ചുമതല ഏറ്റെടുത്തതാണ്. പക്ഷേ ഏത് വകുപ്പ് ഭരിക്കണം എന്ന് തീരുമാനം വരുന്നില്ല. ഷാക്കിർ, അല്ല, വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ അത് ചില കാര്യങ്ങളിലൊക്കെ സമയമെടുക്കും. എന്നാൽ പോലും കാര്യങ്ങളൊക്കെ ഭരണം യഥാർത്ഥത്തിൽ ഇന്നലെ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളത് തെളിവാണ്. ഇന്നലെ ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനങ്ങൾ അറിയിച്ചു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നമ്മൾ ആലപ്പുഴയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. അതിന് തലവനെ പ്രഖ്യാപിച്ചു. അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ KSRTCയിലും ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി, IT വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോയി, അവിടങ്ങളിലൊക്കെ ഔദ്യോഗികമായി ഗവർണറുടെ പ്രഖ്യാപനം വന്ന ശേഷമാണ് ഓരോരുത്തരുടെയും വകുപ്പിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുകയുള്ളൂ. എന്നാൽ പോലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സെക്രട്ടേറിയറ്റിലാവട്ടെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവട്ടെ, പൊതുജനങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥരും വളരെ സന്തോഷത്തോടെ കയറിയിറങ്ങുന്നു. അവർ ആവശ്യങ്ങൾ അറിയിക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. വേറൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഭരണ സംവിധാനം അതിലൊരു തലവനും ഉണ്ടായിരുന്നല്ലോ. ഇന്നാണല്ലോ അവർ ആദ്യമായി വാ തുറക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നാണ് പറയുന്നത്, ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു എന്ന് ഇന്ന് നോക്കൂ നിങ്ങൾ, എത്ര ദിവസം കഴിഞ്ഞു? 19-ാം തീയതിയായി. മാത്രവുമല്ല, CPM-ൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സിസ്റ്റമാണ്. ഇന്നലെ ശ്രീമതി ടീച്ചർ, ഇന്ന് സ്വരാജ്, എല്ലാ ജില്ലാ കമ്മിറ്റിക്കാരും ശ്രീ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഒരു മടിയും കൂടാതെ ചീത്ത പറയുകയാണ്. അതായത് അവരാണ് ഇതിൻ്റെ കുറ്റക്കാർ. അങ്ങനെ ചെറുതാക്കി കാണിക്കേണ്ടതില്ല. വളരെ ഉത്തരവാദപ്പെട്ട ആൾ ജില്ലാ കമ്മിറ്റിയിൽ മടിയും കൂടാതെ പറയുകയാണ്, CPM സെക്രട്ടറിയെ മാറ്റണം, പ്രതിപക്ഷ നേതാവിനെ മാറ്റണം എന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ പോലും പറയുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കേരളം എത്തിയിരിക്കുന്നു. ഒരു തരം ഫാസിസത്തിൽ നിന്ന് CPM-കാർ പോലും മോചിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം ഇന്ന്. നമ്മൾ ഭരണത്തിന്റെ ഒരു റെക്കോർഡ് വേഗതയെക്കുറിച്ച് നേരത്തെ മഞ്ജു തന്നെ സൂചിപ്പിച്ചു. ലീഗിൽ തട്ടിയാണോ ഈ വകുപ്പ് വിഭജനം ഇങ്ങനെ നീങ്ങുന്നത്? കാരണം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തർക്കമാണ്. ഇപ്പോൾ N ഷംസുദ്ദീൻ ലീഗിന്റെ പ്രതിനിധിയാണല്ലോ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയെ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ഇന്നലെ വരെ. ഇന്ന് അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? പൊതുവിദ്യാഭ്യാസം മാത്രം ലീഗിന്, ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന്. അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ക്രോളും വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കൽ പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളോ ഇപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇന്ന വകുപ്പ് ഇന്ന ആളുകൾക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാകും. ഒരുപാട് മിടുക്കരായ ആളുകളുടെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയിൽ ആർക്കൊക്കെ ഏതൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും അതിൻ്റെ മെറിറ്റും സംഗതികളൊക്കെ ചർച്ച ചെയ്യും. അല്ലാതെ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഇന്ന് ഗവർണർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൂടി ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ രാജീവ്, എന്താണ് നിങ്ങളുടെ ആവശ്യം? കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി, ന്യൂനപക്ഷ ക്ഷേമം ലീഗിന് കൊടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. പൊതുവിദ്യാഭ്യാസം പക്ഷേ ലീഗിന് കൊടുക്കാൻ തീരുമാനമായതാണ്. പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇക്കാര്യം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.